നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണ്. ഡൗ ജോൺസ് 0.51%, S&P 500 1.07%, നാസ്ഡാക്ക് 1.69% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബ്രോഡ്കോം എന്ന് പറയുന്ന കമ്പനി അവരുടെ ബിസിനസ് ഗൈഡൻസ് വളരെ വീക്കായിട്ടാണ് അനൗൺസ് ചെയ്തത്. ഇത് ഒരു കാരണമാണ്. മറ്റൊന്ന്, ഇതിവര് പ്രധാനമായിട്ടും AI റിലേറ്റഡ് ബിസിനസ് നടത്തുന്ന കമ്പനികളാണ്. ഇതിന് തൊട്ട് മുമ്പ് ഒറാക്കിൾ എന്ന് പറയുന്ന കമ്പനികളും ഇതുപോലെ AI റിലേറ്റഡ് ബിസിനസ്സിലേക്ക് ഇനി ഫണ്ട് ചെയ്യുന്നത് അല്പം ഡിലേ ആക്കുന്നു എന്ന തരത്തിലുള്ള ന്യൂസ് വന്നിരുന്നു. അവരുടെ റിസൾട്ടും ഗൈഡൻസും ഒക്കെ മോശമായിരുന്നു. ഇപ്പോൾ AI റിലേറ്റഡ് കമ്പനികളാണ് ഈ അടുത്തടുത്ത് രണ്ട് കമ്പനികൾ ഇതുപോലെ നെഗറ്റീവായിട്ട് അവരുടെ ഗൈഡൻസും റിസൾട്ടും കൊണ്ടുവന്നത്. ഒരുപക്ഷെ AI റിലേറ്റഡ് ബബിൾ എന്ന് പറയുന്ന അതിനെയൊക്കെ ഒരുപക്ഷെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ കമ്പനികളുടെ എല്ലാം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, എൻവിഡിയ ചൈനയിലേക്കുള്ള ചിപ്പ് കയറ്റുമതി ആദ്യം നിരോധിച്ചിരുന്നു. പിന്നീട് അത് കയറ്റുമതി നടത്താൻ വേണ്ടിയിട്ട് ട്രംപ് അപ്രൂവൽ കൊടുത്തിരുന്നു. ഇതേ സമയത്ത് ചൈനയ്ക്ക് ഇനി എൻവിഡിയയുടെ ചിപ്പ് വേണ്ട, അവർ തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ചു എന്നുള്ള വാർത്ത എൻവിഡിയയുടെ ഓഹരികളെയും മൊത്തത്തിൽ നെഗറ്റീവിലാക്കി. ഇത് നാസ്ഡാക്കിനെ കൂടുതൽ മൈനസിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റിവിറ്റി നിലവിലുണ്ടായിരുന്നു. പക്ഷേ AI റിലേറ്റഡ് ബിസിനസ് ഇന്ത്യയെ കാര്യമായിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യത ഇല്ലെങ്കിൽ പോലും ഈ IT കമ്പനികളെ ഒരുപക്ഷെ ഇത് സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നിപ്പോൾ GNX നിഫ്റ്റി ഏതാണ്ട് 80ഓളം പോയിന്റ് മൈനസിലാണ് ട്രേഡ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഇൻഫ്ലേഷൻ ഡേറ്റയും ഏറ്റവും മികച്ച ഡേറ്റ തന്നെയാണ്. 0.7% ആണ് ഇയർ ഓൺ ഇയർ. ഇത് അനലിസ്റ്റിന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ ഏതാണ്ട് ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. RBI കൂടുതൽ ഫണ്ട് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരുന്നു. അങ്ങനെ പല നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ മാർക്കറ്റ് പോസിറ്റീവ് ആകാനുള്ള സാധ്യതകളുണ്ട്. ഇത് കൂടാതെ തന്നെ ഇന്ത്യ US ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഡീലാണ് എന്നുള്ള തരത്തിൽ അമേരിക്കൻ ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്ന് കമന്റ് വന്നിരുന്നത്. എന്നാൽ എത്ര മികച്ച ഡീലായാലും ഇന്ത്യക്ക് ധൃതിയൊന്നുമില്ല. ഒരു സമയപരിധിക്കുള്ളിൽ ഒപ്പിടാനുള്ള ഒരു താല്പര്യമില്ല. ഇന്ത്യയുടെ എല്ലാവിധ ഇന്ത്യയിലെയും അമേരിക്കയിലെയും കാർഷിക മേഖലകൾ, അത്തരം മേഖലകൾക്ക് പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് ഇന്ത്യക്ക് സൈൻ ചെയ്യാൻ താല്പര്യം എന്ന തരത്തിൽ പീയൂഷ് ഗോയലിന്റെ ഒരു കമന്റ് വന്നിരുന്നു. പല മേഖലകളിലും ഒത്തുതീർപ്പുണ്ടെങ്കിൽ പോലും വീണ്ടും ഇത് കാലതാമസം വരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പൊതുവെ ഒരു നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയും ഒമാനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ ആഴ്ച ഒപ്പിടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിലി, ന്യൂസിലാൻഡ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായിട്ടും ഇത്തരത്തിലുള്ള കരാറിന് ശ്രമിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഗോൾഡിന്റെയും സിൽവറിന്റെയും പ്രൈസ് വീണ്ടും കൂടുന്നു. അമേരിക്കയിലെ ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ തുടർന്നാണ് ഇതുപോലെ വീണ്ടും കൂടുന്നത്. അതുപോലെ ഇൻഷുറൻസിന്റെ ബില്ല് ക്യാബിനറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ ബില്ലും ക്യാബിനറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ന്യൂക്ലിയർ ബില്ല് പ്രധാനമായിട്ടും പ്രൈവറ്റ് കമ്പനികളുടെ പാർട്ടിസിപ്പേഷനോടെ മുൻതൂക്കം നൽകുന്ന തരത്തിലുള്ള ബില്ലുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സിന് ഏതാണ്ട് 276 കോടി രൂപയുടെ അധിക ഓർഡർ ലഭിച്ചതായിട്ടുള്ള വാർത്തയുണ്ട്. വിപ്രോ ഗൂഗിൾ ക്ലൗഡുമായിട്ടുള്ള പങ്കാളിത്തം കൂടുതൽ വികസിപ്പിക്കുന്നതായിട്ട് കമ്പനി അനൗൺസ് ചെയ്യുന്നുണ്ട്. കേസ് ഇന്റർനാഷണൽ ഏതാണ്ട് 1250 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ കിട്ടിയതായിട്ട് കമ്പനി അറിയിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സ്റ്റോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ. ഇനി FIസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 90% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷോർട്ട് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ 69% ക്ലൈന്റ് പോസിറ്റീവിലാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏതാണ്ട് പോസിറ്റീവ് സെന്റിമെന്റ്സിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്കിലും FIs കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഷോർട്ട് പൊസിഷൻ നിൽക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മാത്രം